ബേൺ അല്ലെങ്കിൽ പൊള്ളൽ. ഒരാളുടെ കൈ പൊള്ളുക, കാല് പൊള്ളുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു എമർജൻസി ആയിട്ടാണ് കാണുന്നത്. അപ്പം ബേണിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പം എന്താണ് ബേൺ? ബേൺ ഈസ് എ ഡിസ്ട്രക്ഷൻ ഓഫ് ദ ലെയേഴ്സ് ഓഫ് ദ സ്കിൻ ലെയറിന് ഉണ്ടാകുന്ന ഒരു ഡിസ്ട്രക്ഷനാണ്, അതായത് ഒരു ബുദ്ധിമുട്ട്. അത് എങ്ങനെയാണ് അതുണ്ടാകുന്നത്? കോസ്ഡ് ബൈ ഹീറ്റ്, അതായത് ചൂട് കൊണ്ടുണ്ടാകും. ഫ്രിക്ഷൻ, അതായത് നമ്മുടെ കൈ രണ്ടും ഒരഞ്ഞൊരഞ്ഞൊരഞ്ഞ് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും തൂമ്പാപ്പണിയോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളോ ചെയ്യുമ്പം കണ്ടിന്യൂസ് ഫ്രിക്ഷൻ ഉണ്ടായി അതിൻ്റെ ഭാഗമായിട്ട് പൊള്ളിയതുപോലെ നിൽക്കുന്ന അവസ്ഥയുണ്ടാവും. അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി, റേഡിയേഷൻ ഓർ കെമിക്കൽസ്. ഇലക്ട്രിസിറ്റിയെ തൊട്ടാൽ പൊള്ളും. റേഡിയേഷൻ, അതായത് സൂര്യാഘാതം പോലെ സൂര്യൻ്റെ ചൂടേറ്റാൽ അതുപോലെ റേഡിയേഷൻ ഉള്ള ഏരിയകളിൽ ചെല്ലുമ്പം, പിന്നെ അതുകൂടാതെ ആസിഡ് പോലെ കെമിക്കൽസ്. ഇത്രയും കാര്യങ്ങളിൽ നിന്നാണ് ബേൺസ് ഉണ്ടാകുന്നത്. അപ്പം ഇതുണ്ടാകുന്നത് സ്കിന്നിൻ്റെ ലെയറിലായതുകൊണ്ട് നമ്മൾ സ്കിൻ ലെയറിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. എന്തൊക്കെയാണ് സ്കിൻ ലെയർ? അതായത് സ്കിന്നിന് 3 ലെയറാണ് പ്രധാനപ്പെട്ടതായിട്ടുള്ളത്. ഇത് ഏറ്റവും വലിയ ഓർഗനാണ്, ലാർജസ്റ്റ് ഓർഗൻ ഇൻ ദ ബോഡിയാണ്. 3 ലെയേഴ്സ് ഓഫ് ടിഷ്യൂ മേക്സ് ദ സ്കിൻ. 3 ലെയറുകളുണ്ടാവും. അതിൽ എപ്പിഡെർമിസ്, ഡെർമിസ്, ഹൈപ്പോഡെർമിസ് ഓഫ് സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂ, ഇങ്ങനെയാണ് ഈ 3 അപ്പം എപ്പിഡെർമിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എപ്പിഡെർമിസ് ആണ് നമ്മുടെ ബോഡിയിൽ ഏറ്റവും മുകളിലായിട്ട് കാണുന്ന സ്കിൻ ലെയർ എന്ന് പറയുന്നത്. ഇറ്റ് ആക്ട് ആസ് എ പ്രൊട്ടക്റ്റീവ് ബാരിയർ. ഇത് ഒരു സംരക്ഷണ വലയമായിട്ട് പ്രവർത്തിക്കുന്നു. അതായത് പുറത്തുള്ള മൈക്രോ ഓർഗാനിസത്തിനൊന്നും ബോഡിയിലേക്ക് കയറാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ടാക്കുന്ന പ്രൊട്ടക്റ്റീവ് ലെയറാണ്, പ്രൊട്ടക്റ്റീവ് ബാരിയറാണ്. അതായത് തടസ്സം നിൽക്കുന്നു. മൈക്രോ ഓർഗാനിസത്തിന് ബോഡിയിലേക്ക് കയറാൻ പറ്റാതെ പ്രിവെൻറ്റ് ചെയ്യുന്ന പ്രൊട്ടക്റ്റീവ് ബാരിയർ എന്ന് പറയും. ഇറ്റ് മേക്സ് ന്യൂ സ്കിൻ. പുതിയ സ്കിന്നുകളെ ഉണ്ടാക്കുക എന്ന് പറയുന്ന പണി ഇവിടെയാണ് നടക്കുന്നത്. ഇറ്റ് പ്രൊവൈഡ്സ് സ്കിൻ കളർ. ഈ എപ്പിഡെർമിസിനെ നോക്കിയിട്ടാണ് ഒരു വ്യക്തിയുടെ സ്കിന്നിൻ്റെ കളർ എന്താണ് നമ്മൾ പറയുന്നത്. അപ്പം സ്കിൻ കളർ ഉണ്ടാക്കും. ഇത് ഗ്രോത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇതൊരു പ്രൊട്ടക്റ്റീവ് ബാരിയറാണ്. ഇനി അടുത്തതാണ് ഡെർമിസ്. ഡെർമിസ് എന്ന് പറയുന്നത് മിഡിൽ ലെയർ ഓഫ് ദ സ്കിന്നാണ്. അതായത് ഇതിൻ്റെയും ഏറ്റവും അടിയിൽ കിടക്കുന്ന ഹൈപ്പോഡെർമിസിൻ്റെയും മുകളിൽ നടുക്ക് കിടക്കുന്ന ഭാഗമാണ് ഡെർമിസ് എന്ന് പറയുന്നത്. അപ്പം മിഡിൽ ലെയർ ഓഫ് ദ സ്കിന്നാണ്. ഇറ്റ് ഹാസ് കൊളാജിൻ ആൻഡ് ഇലാസ്റ്റിൻ. കൊളാജിനും എലാസ്റ്റിനും ഇതിലുണ്ട്. അതായത് കൊളാജിൻ എന്ന് പറയുന്നത് ഒരു ഇലാസ്റ്റിക് പോലെ പ്രവർത്തിക്കുന്ന ഒരു ഭാഗമാണ്. എലാസ്റ്റിനും അതെ, ഇലാസ്റ്റിക് പോലെ പ്രവർത്തിക്കും. മുട്ടയുടെ തൊണ്ടിൻ്റെ അകത്തിരിക്കുന്നതാണ് കൊളാജിൻ എന്നാണ് പറയുന്നത്. അതുപോലെ ഒരു ലെയറാണ് ഈ രണ്ടാമത്തെ ഡെർമിസ് എന്ന് പറയുന്നത്. ദ റൂട്ട് ഓഫ് ഹെയർ ഫോളിക്കിൾസ് അറ്റാച്ച് ടു ഡെർമിസ്. അതായത് ഈ ഹെയർ ഫോളിക്കിളിൻ്റെ റൂട്ട്സ് എവിടെയാണ് അറ്റാച്ച്ഡ് ആയിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് ഡെർമിസിലാണ്. ഇറ്റ് ഹാസ് നെർവ് റിസപ്റ്റേഴ്സ് വിച്ച് ഹെൽപ്പ് ടു ഫീൽ പെയിൻ, ടച്ച് ആൻഡ് ഹോട്ട് സെൻസേഷൻ. ഇവിടെയാണ് നെർവ് റിസപ്റ്റേഴ്സ് ഉള്ളത്. നെർവ് റിസപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിലെ നെർവിൽ നിന്ന് സന്ദേശങ്ങൾ സ്വീകരിക്കുകയും കൊടുക്കുകയും ചെയ്യുന്ന ഭാഗമാണ് നെർവ് റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ മേലിൽ തട്ടിയിട്ടുണ്ട് എന്നറിയുന്നത് ശരിക്കും പറഞ്ഞാൽ ഡെർമിസിൽ നിൽക്കുന്ന നെർവ് റിസപ്റ്റേഴ്സിൽ നമ്മൾ ടച്ച് ചെയ്യുന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് പെയിന്, ടച്ച്, ഹോട്ട് സെൻസേഷൻ ഇതൊക്കെ ഫീൽ ചെയ്യാനായിട്ട് ഈ ഭാഗമാണ് നമ്മളെ സഹായിക്കുന്നത്.
ഇറ്റ് ഹാസ് ഓയിൽ ഗ്ലാൻഡ്സ്. ഇതിൻ്റെ ഉള്ളിൽ ഓയിൽ ഗ്ലാൻഡും സ്വെറ്റ് ഗ്ലാൻഡും ഉണ്ട്. ഇറ്റ് സപ്ലൈ ന്യൂട്രിയൻസ് ടു എപ്പിഡെർമിസ് ന്യൂട്രിയൻറ്റ് ടു ദ എപ്പിഡെർമിസ് ത്രൂ ദ ബ്ലഡ് വെസൽസ് ഇൻ ഇറ്റ്. അതായത് ഇതിൽ അപ്പം ബ്ലഡ് വെസൽസ് ഉണ്ട്, സ്വെറ്റ് ഗ്ലാൻഡ് ഉണ്ട്, എയർ ഫോളിക്കിൾസ് ഉണ്ട്, ഓയിൽ ഗ്ലാൻഡ് ഉണ്ട്. അങ്ങനെയുള്ള ഗ്ലാൻഡുകളും എല്ലാം അടങ്ങിയ ഭാഗമാണ്. ബ്ലഡ് വെസൽസ് ഉണ്ട്. ഇതെല്ലാം സ്ഥിതി ചെയ്യുന്നത് ഈ ഡെർമിസിലാണ്. ഇനി അടുത്തതാണ് ഹൈപ്പോഡെർമിസ് ഓഫ് സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂ. ഹൈപ്പോഡെർമിസ് ഓഫ് സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഇന്നർ മോസ്റ്റ് ലെയർ ഓഫ് ദ സ്കിൻ. സ്കിന്നിൻ്റെ ഏറ്റവും അടിയിലുള്ള ലെയറിനാണ് ഹൈപ്പോഡെർമിസ് എന്ന് പറയുന്നത്. ഇറ്റ് കണ്ടെയ്ൻ മസിൽസ് ആൻഡ് ബോൺസ്. ഇവിടെയാണ് ചിലതിൽ മസിൽസ് ഭാഗം കാണും, ചിലത് ബോണി ഭാഗങ്ങളായിരിക്കും, ചിലത് വീർത്തവരിക്കുന്ന മസിലായിരിക്കും. നമ്മുടെ കൈയുടെ ഇവിടെയൊക്കെ മസിലാണെങ്കിൽ ഇതുപോലുള്ള ഭാഗത്ത് ബോണായിരിക്കും. ഇറ്റ് റെഗുലേറ്റ്സ്, ഇതിൻ്റെ ഫങ്ഷൻ എന്താണ്? ഇറ്റ് റെഗുലേറ്റ്സ് ബോഡീസ് ടെമ്പറേച്ചർ, nerve and nutrient, blood vessels nutrient into two blood vessels get larger in the hypodermis and it branch out to connect the hypodermis to the rest of body. ഇറ്റ് റെഗുലേറ്റ്സ് ദ ബോഡീസ് ടെമ്പറേച്ചർ. ഇത് ബോഡിയുടെ ടെമ്പറേച്ചറിനെ കൺട്രോൾ ചെയ്യുന്നു. നേർവ്സ്, അതുകൂടാതെ നെർവ്സിനെ കൺട്രോൾ ചെയ്യുന്നു. ന്യൂട്രീഷൻ അറ്റ് ദ ബ്ലഡ് വെസൽസ്, ബ്ലഡ് വെസൽസിലൂടെ ന്യൂട്രീഷൻ എപ്പിഡെർമിസിന് കൊടുക്കുന്നതൊക്കെ, മേളിലേക്കുള്ള ലെയറുകൾക്കൊക്കെ കൊടുക്കുന്നത് ഇവിടെ നിന്നാണ്. ബ്ലഡ് വെസൽസ് ഗെറ്റ് ലാർജർ ഇൻ ദ ഹൈപ്പോഡെർമിസ്. ഇവിടുത്തെ ബ്ലഡ് വെസൽസ് എന്ന് പറയുന്നത് തീരെ ചെറുതല്ല, ഇച്ചിരി ലാർജാണ്. ഇറ്റ് ബ്രാഞ്ച് ഔട്ട് ടു കണക്ട് ദ ഹൈപ്പോഡെർമിസ് ടു ദ റെസ്റ്റ് ഓഫ് ബോഡി. ഇത് ഈ ഹൈപ്പോഡെർമിസിൽ ഇങ്ങനെ ബ്രാഞ്ച് ആയിട്ട് ഇങ്ങനെ പിരിഞ്ഞ് കിടക്കുകയാണ്. എന്തിനാണ്? ബോഡിയുടെ ബാക്കിയുള്ള ഭാഗങ്ങളിൽ. ഇവിടം വരെ ഈ വരുന്ന ബ്ലഡ് വെസൽസ് കുഞ്ഞു ബ്രാഞ്ചായിട്ടാണ് മേളിലേക്ക് മുഴുവൻ പോകുന്നത്. ഇതാണ് സ്കിൻ ലെയറിനെ കുറിച്ചുള്ള പ്രത്യേകിച്ച് അറിയേണ്ട കാര്യം. ഇനി ക്ലാസിഫിക്കേഷനാണ്. ബേൺസിൻ്റെ ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത്? അതിന് റൂൾ ഓഫ് 9 ആണ് ഇനി അഡൾട്ടിൽ. അപ്പം റൂൾ ഓഫ് 9 എന്ന് പറഞ്ഞാൽ 9% ആയിട്ടാണ് ഈ പറയുന്ന ഓരോ ഭാഗത്തെയും നമ്മൾ കാണുന്നത്. അപ്പം ഹെഡ് ആൻഡ് നെക്ക്, ഹെഡിലും നെക്കിലുമായിട്ട് ബേൺസ് ഉണ്ടെങ്കിൽ അതിന് 9% ആണ് കൊടുക്കുന്നത്. ഇനി ചെസ്റ്റിൻ്റെ ഭാഗത്താണല്ലോ 9%, ചെസ്റ്റിൻ്റെ ഭാഗം മാത്രം. ഇനി അതുപോലെ തന്നെ അപ്പർ ബാക്ക്, ഈ ചെസ്റ്റിൻ്റെ ഭാഗം പോലെ തന്നെ മുകളിലത്തെ ഭാഗം, അതായത് നട്ടലിൻ്റെ തൊറാസിക് റീജിയൻ്റെ മേളിലേക്കുള്ള ഭാഗം, അതിനും 9%. ഇനിയാണ് അപ്പർ ചെസ്റ്റ് പോലെ ലോവർ ആയിട്ട് കിടക്കുന്ന അബ്ഡോമനാണ്. അപ്പോൾ അബ്ഡോമനും 9%. അതുപോലെ തന്നെ ലോവർ ബാക്കിനും 9%. ഇനി അപ്പർ എക്സ്ട്രീമിറ്റി, മേളിലെ ഒരു കൈ. അപ്പം കൈയുടെ ആൻറ്റീരിയറും പോസ്റ്റീരിയറും പോർഷനുണ്ട്. അപ്പം രണ്ട് ഭാഗത്തോടും കൂടി കൂട്ടി 9 വെച്ച് 18. ഇനി പെരിന്യത്തിന് 1%. അതുകൂടാതെ തന്നെ ലോവർ എക്സ്ട്രീമിറ്റി ഉണ്ട്. ലോവർ എക്സ്ട്രീമിറ്റിയിൽ 2 പോർഷൻ ഉള്ളതുകൊണ്ട്, 2 ഭാഗം ഉള്ളതുകൊണ്ട് 18 36. അതായത് തൊടയുടെ ഭാഗത്താണെങ്കിൽ 9, അതിൻ്റെ പുറകു ഭാഗത്താണെങ്കിൽ 9, തുടയ്ക്ക് താഴത്തേക്കാണെങ്കിൽ 9, അതിൻ്റെ പുറകാണെങ്കിൽ 9. അങ്ങനെ മൊത്തത്തിൽ എത്രയാണ്? 18
36 ഒരു ലെഗിന് 36% അങ്ങനെ ടോട്ടൽ 100. ഇനി റൂൾ ഓഫ് 9 ഫോർ ദ ചിൽഡ്രൻ എന്ന് പറയുമ്പം ഇച്ചിരി ഡിഫറൻസ് ഉണ്ട്. ഇവിടെ ഹെഡ് ആൻഡ് നെക്ക്, ഹെഡിനും നെക്കിനും കൂടി മുകളിൽ 9 ആണെങ്കിൽ ഇവിടെ 18. ചെസ്റ്റിന് മാത്രമായിട്ട് 9, അപ്പർ ബാക്കിനായിട്ട് 9, അബ്ഡോമിന് 9, ലോവർ ബാക്കിന് 9, പിന്നെ അപ്പർ എക്സ്ട്രീമിറ്റിക്ക് 9 ആൻഡ് 9 18. 2 ഭാഗമായിട്ടാണ് കാണുന്നത്, ആൻറ്റീരിയറും പോസ്റ്റീരിയറും. ഈ പെരിനിയത്തിന് 1%. പിന്നെ ലോവർ എക്സ്ട്രീമിറ്റിക്ക് ആണെങ്കിലോ 13.5 പ്ലസ് 13.5 ആയിട്ട് കൂട്ടി 27% ആണ്. അതായത് ആൻറ്റീരിയറും പോസ്റ്റീരിയറും കൂടി 17, പോസ്റ്റീരിയറും കൂടി 13.5, ബാക്ക് സൈഡ് ആൻറ്റീരിയറും പോസ്റ്റീരിയർ, ബാക്ക് സൈഡ് അപ്പർ ആൻഡ് ലോവർ പാർട്ടും കൂടി കൂട്ടി 13%. അങ്ങനെ ടോട്ടൽ 27%. ഇതാണ് ഇവിടെ നടക്കുന്ന കാൽക്കുലേഷൻ എന്ന് പറയുന്നത്, ക്ലാസിഫിക്കേഷൻ. ഇനി കാൽക്കുലേഷൻ, അതായത് ഹെഡ് ആൻഡ് നെക്ക്, ഇങ്ങനെയാണ് ഇതിൻ്റെ കാൽക്കുലേഷൻ നടത്തുന്നത്. ഇനി അടുത്തതാണ് ബേൺസിലെ തന്നെ ഒരു ഭാഗമാണ് കാർബൺ മോണോക്സൈഡ് പോയിസൺ എന്ന് പറയുന്നത്. കാർബൺ മോണോക്സൈഡ് പോയിസൺ എന്ന് പറയുന്നത് ഒരു ബേൺ ഇഞ്ചുറിയാണ്. പക്ഷേ ഇത് എങ്ങനെയുള്ള ബേണാണ്? ഇത് ഒരു ഇൻഹലേഷനാണ്. ഇതുവരെ നമ്മൾ പഠിച്ചത് ഫ്രിക്ഷനിലൂടെയും കെമിക്കൽസിലൂടെയും റേഡിയേഷനിലൂടെയും കടിക്ക് പൊള്ളലുണ്ടാവുക എന്നാണെങ്കിൽ ഇത് ശ്വാസകോശത്തിന് എങ്ങനെ ബാധിക്കും എന്ന് പറയുന്നത്. കാരണം പദാർത്ഥങ്ങൾ കത്തുമ്പം അല്ലെങ്കിൽ ചില കെമിക്കലുകളൊക്കെ ശ്വസിക്കുമ്പം നമ്മുടെ ഉള്ളിലേക്ക് ഈ വാതകം ചെല്ലുകയും നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന മ്യൂക്കോസൽ ലെയറിന് ബേൺ ഇഞ്ചുറി ഉണ്ടാക്കുകയും ചെയ്യും. അപ്പം അങ്ങനെയുള്ള കെമിക്കൽസുകൾക്കാണ് കാർബൺ മോണോക്സൈഡ് പോയിസൺ ആണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പം ഇൻഹലേഷൻ ഇഞ്ചുറി ബേൺ ആണ് ഇവിടെ പറയുന്നത്. കാർബൺ മോണോക്സൈഡ് ഈസ് എ കളർലെസ്, ഓർഡർലെസ്, ടേസ്റ്റ്ലെസ് ഗ്യാസ്. ഒരു ഗ്യാസാണ്. ഇറ്റ് ഹാസ് അഫിനിറ്റി ഫോർ ഹീമോഗ്ലോബിൻ 200 ടൈം ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ഓക്സിജൻ. അതായത് കാർബൺ മോണോക്സൈഡിന് ഹീമോഗ്ലോബിനിലേക്ക് 200 ടൈമോളം ശക്തിയിൽ തള്ളിക്കയറാനുള്ള കഴിവുണ്ട്. അതായത് കാർബൺ മോണോക്സൈഡ് വന്നു കഴിഞ്ഞാൽ ഓക്സിജനേക്കാൾ ഉപരിയായിട്ട് ഇതിനെയായിരിക്കും ബോഡി സ്വീകരിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം എന്ത് സംഭവിക്കും? ചെറിയൊരു കാർബൺ മോണോക്സൈഡ് വന്നാൽ ഹീമോഗ്ലോബിൻ അതിനെ മുഴുവൻ അങ്ങ് വലിച്ചെടുക്കും. അങ്ങനെ ബോഡിയിൽ മുഴുവൻ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് അമിതമായിട്ട് കൂട്ടും. O2 molecules are separated and the carbon monoxide reversibility binds to the hemoglobin to form carboxyhemoglobin. ഓക്സിജൻ്റെ അളവ് കുറഞ്ഞ് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് ബോഡിയിൽ മുഴുവൻ കയറി കാർബോക്സി ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന അവസ്ഥയുണ്ടാവും. ഇത് ലീഡ്സ് ടു ടിഷ്യൂ ഹൈപ്പോക്സിയ. അപ്പോൾ അങ്ങനെ ടിഷ്യൂവിന് ഹൈപ്പോക്സിയ ആയി പോവും, ആവശ്യത്തിന് ഓക്സിജൻ കിട്ടാതെ വരും. ടൈപ്പ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് പോയിസണിങ് എങ്ങനെ ടൈപ്പുകളുണ്ട്. ബ്ലഡ് സെവല് എത്ര പെർസെൻറ്റേജ് ആണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഡിവിഷൻ. അതായത് 1 to 10% നോർമൽ ലെവലാണ്. ബ്ലഡിൽ 1 to 10% ആണെങ്കിൽ നോർമലാണ്. 11 to 20% ആണെങ്കിലോ മൈൽഡ് പോയിസണിങ് ആണ്, ചെറിയ രീതിയിലൊരു പോയിസണിങ്. ചെറുതായിട്ട് ഇച്ചിരി കാർബൺ മോണോക്സൈഡ് വാതകം ശ്വസിച്ചു. അപ്പം അന്നേരം കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്?
ഹെഡേക്ക്, ഫ്ലഷിങ്, ഇൻക്രീസ്ഡ് വിഷ്വൽ acuity, decreased cerebral functioning, slight brightlessness. ഇതാണ് ഉണ്ടാകുന്നത്. ഇനി 21-40% ബോഡിയിലുണ്ടെങ്കിലോ ഹെഡേക്ക് ഉണ്ടാവും, നോസിയ ഉണ്ടാവും, വോമിറ്റിംഗ് ഉണ്ടാവും, ഡ്രൗസിനെസ് ഉണ്ടാവും, ടിനൈറ്റിസ്, വെർട്ടിഗോ, അതായത് മെൻ്റലായിട്ട് പ്രോബ്ലങ്ങൾ വരുവാണ്, കൺഫ്യൂഷൻ, സ്റ്റൂപ്പർ, ഫെയിൽ ടു റെഡിഷ് പർപ്പിൾ സ്കിന്നിൻ്റെ കളർ മാറും, സ്റ്റൂപ്പർ ഉണ്ടാവും, ബോധമില്ലാത്ത അവസ്ഥ ഉണ്ടാവും, ഡിക്രീസ്ഡ് ബ്ലഡ് പ്രഷർ കുറയും, ഇൻക്രീസ് ഇറഗുലർ ഹാർട്ട് റേറ്റ്, ഡിക്രീസ്ഡ് ST സെഗ്മെൻറ്റ് ഓൺ ദ ECG. ഇത്രയും കാര്യങ്ങൾ കാണിക്കും. ഇനി 41-60% ആണല്ലോ സിവിയർ പോയ്സണിങ് ആണ്. പേഷ്യൻ്റ് കോമ സ്റ്റേജിലേക്ക് പോകും, സീസർ ഉണ്ടാവും, കാർഡിയാക് പൾമണറി ഇൻസ്റ്റബിലിറ്റി ഉണ്ടാവും. 61-80% ഫെറ്റൽ പോയ്സണിങ് ഡെത്തിലേക്ക് പോകും. ഫെറ്റൽ പോയ്സണിങ് ആണ്. ഇനി ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ ഓഫ് സ്മോക്ക് ഇൻഹലേഷൻ. പുക ശ്വസിച്ചാലുണ്ടാകുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഫേഷ്യൽ ബേൺ, മുഖം കത്തിയതായിട്ട് കാണാം, എരിത്തമ, മുഖത്ത് മുഴുവൻ ചുവന്നിരിക്കും, സ്വെല്ലിംഗ് ഓഫ് ഓറോഫാരിങ്സ്, നാസോഫാരിങ്സും ഓറോഫാരിങ്സും സ്വെല്ലിംഗ് ആയിട്ടിരിക്കും, സിഞ്ച്ഡ് നേസൽ ഹെയർസ്, അതായത് കത്തി പോലെ ഇരിക്കും മൂക്കിലെ രോമങ്ങളെല്ലാം, ഫ്ലയറിങ് നോസ്ട്രൈൽസ് ഭയങ്കരമായിട്ട് വീർത്തിരിക്കുന്ന പോലെ വരും, സ്ട്രൈഡർ വീസിങ് ആൻഡ് ഡിസ്നിയയും സ്ട്രൈഡർ വീസിങ് ഉണ്ടാവും, ഹോഴ്സ് നോയ്സ്, ഇതുപോലുള്ള സംഭവങ്ങളുണ്ടാവും, ടാക്കിക്കാർഡിയ ഉണ്ടാവും, അജിറ്റേഷൻ ഉണ്ടാവും, ആൻസൈറ്റി ഉണ്ടാവും. ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ കാണിച്ചു തരും. ഇനി പാത്തോ ഫിസിയോളജി ഓഫ് ദ ബേൺ ആണ്. എന്തെല്ലാം ഇതിൻ്റെ ഒരു പാത്തോ ഫിസിയോളജി എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്? ബേൺ ഇഞ്ചുറി ടു സ്കിന്നിൽ ബേൺ ഉണ്ടാകുമ്പം ആക്ടിവേറ്റ് ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ സ്കിൻ ഇറിറ്റേറ്റഡ് ആകുമ്പം ഉണ്ടാകുന്ന റെസ്പോൺസാണ്. റിലീസ് ഓഫ് ദ ഇൻഫ്ലമേറ്ററി മീഡിയേറ്റർ ഓർ ദ വാസോ ആക്റ്റീവ് സബ്സ്റ്റൻസ് ടു ദ ബ്ലഡ് വെസൽസിലേക്ക് വാസോ ആക്റ്റീവായ സബ്സ്റ്റൻസിനെ എക്സ്ക്രീറ്റ് ചെയ്യും. അതായത് എന്തൊക്കെയാണ്? ഹിസ്റ്റമിൻ, സൈറ്റോകൈനിൻ, ആർക്കനോയിഡ് ആസിഡ്, സന്തൈൻ ഓക്സൈലേറ്റ്, കാറ്റകൊളാമിൻ, മാക്രോഫാഗസ്, പ്ലേറ്റ്ലെറ്റ്. ഇതുപോലുള്ള സംഭവങ്ങളെ ബാധിക്കും. ഇതുപോലുള്ള സംഭവങ്ങൾ അവിടെ റിലീസാവും. എന്നിട്ടോ ബ്ലഡ് വെസൽസ് ബിക്കം ഡയലേറ്റഡ്. അതിൻ്റെ ഫലമായിട്ട് ഇത്രയും ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് ഉണ്ടാവും, ബ്ലഡ് വെസൽസ് ഡയലേറ്റഡ് ആവും. എന്നിട്ട് ഇൻക്രീസ്ഡ് ബ്ലഡ് വെസൽസ് ഓർ വാസ്കുലാർ പെർമിയബിലിറ്റി ഇൻക്രീസ്. ബ്ലഡ് വെസൽസ് ഇൻക്രീസ് ചെയ്യുമ്പം അങ്ങോട്ടുള്ള വാസ്കുലാർ പെർമിയബിലിറ്റിയും ഇൻക്രീസ് ആവും. ബ്ലഡ് വെസൽസ് വോൾ ബിക്കം ട്രാൻസ്പെറൻറ്റ്. അപ്പം ബ്ലഡ് വെസൽസിനെ നമുക്ക് കാണാൻ പറ്റും, ആ രീതിയിലേക്ക് വരും. എന്നിട്ട് പ്ലാസ്മ ലീക്ക് ഔട്ട് ആവും. അവിടെ നിന്ന് പ്ലാസ്മ ലീക്ക് ഔട്ട് കാരണം എന്താ? പോറസ് ഹോൾ ഫോർമേഷൻ ഓഫ് ദ ബ്ലഡ് വെസൽസ് വാൽവ്. ബ്ലഡ് വെസൽസിൻ്റെ വാൽവിൽ ഒരു തുള പോലെ വന്നേക്കുന്നതുകൊണ്ടാണ് അങ്ങനെ പ്ലാസ്മ ഫ്ലൂയിഡ് ആകുന്നത്. അങ്ങനെ ഫ്ലൂയിഡ് ലീക്കേജ് ഫ്രം ദ ഇൻട്രാവാസ്കുലർ സ്പേസ് ടു എക്സ്ട്രാവാസ്കുലർ സ്പേസിലേക്ക്. അപ്പം ആ തുള വഴി ബോഡിയുടെ എക്സ്ട്രാവാസ്കുലർ സ്പേസിലേക്ക്
വൂണ്ടഡ് ഏരിയയിലേക്ക് അല്ലെങ്കിൽ ടു ദ സെല്ലിൻ്റെ ഭാഗത്തേക്കൊക്കെ ഫ്ലൂയിഡ് മൂവ് ആവും. അതിൻ്റെ ഭാഗമായിട്ട് എഡിമയുണ്ടാവും. എഡിമ ഇങ്ങനെ വീർത്തിരിക്കും. പ്ലാസ്മ ലൂസ്, അതിലൂടെ പ്ലാസ്മ പുറത്തേക്ക് പോകും. പ്ലാസ്മ പുറത്തേക്ക് പോകുമ്പം ബ്ലഡിൻ്റെ തിക്നെസ് ഇൻക്രീസ് ആവും. പ്ലാസ്മയാണ് നിലനിർത്തുന്നത്. അപ്പം അങ്ങനെ പോകുമ്പം ബ്ലഡിൻ്റെ തിക്ക് ബ്ലഡ് ആവും. കോൺസെൻട്രേഷൻ ഓഫ് ദ ബ്ലഡ് ഇൻക്രീസ് ആവും. വെലോസിറ്റി ഇൻക്രീസ് ആവും. തിക്നെസ് കൂടും. വിസ്കോസിറ്റി, അതായത് അപ്പം അങ്ങോട്ടുള്ള ബ്ലഡിൻ്റെ ഫ്ലോ കുറയും. അപ്പം ഇൻക്രീസ്ഡ് കോൺസെൻട്രേഷൻ, ഹെമറ്റോക്രിറ്റിൻ്റെ കോൺസെൻട്രേഷൻ ബോഡിയിൽ കൂടും. ബ്ലഡ് വിസ്കോസിറ്റി കൂടും. അതിൻ്റെ ഫലമായിട്ട് കാർഡിയാക് ഔട്ട്പുട്ട് കുറയും. കാരണം ഹാർട്ടിലേക്ക് ഇതെല്ലാം ബ്ലഡ് വെസൽസ് എല്ലാം വീർത്ത് അതിലും വഴിയൊക്കെ ഫ്ലൂയിഡ് പോകുന്നതുകൊണ്ട് ആവശ്യത്തിന് ബ്ലഡ് എത്തുന്നില്ല. അപ്പം ഓക്സിജൻ ടു ദ ടിഷ്യൂ കുറയും. ദാറ്റ് ലീഡ് ടു വൈറ്റൽ ഓർഗൻ. ഓക്സിജൻ കുറയുമ്പോൾ വൈറ്റൽ ഓർഗനിലേക്കുള്ള ഓക്സിജൻ കുറയും. ഫൈനലി സിസ്റ്റമിക് ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് സിൻഡ്രം ഉണ്ടാവും. മൾട്ടി ഓർഗൻ ഡിസ്ട്രസ് സിൻഡ്രം ഉണ്ടാവും. ഇതിൻ്റെ എല്ലാം കാരണം ആവശ്യത്തിന് ടിഷ്യൂ പെർഫ്യൂഷൻ കിട്ടാത്തതുകൊണ്ടാണ്. അങ്ങനെ അഫക്റ്റഡ് ഓൾ പാർട്ട്. പ്ലാസ്മ ഈസ് ലിക്വിഡ് പ്രോട്ടീൻ. പ്ലാസ്മ എന്ന് പറയുന്നത് ഒരു ലിക്വിഡ് പ്രോട്ടീനാണ്. അപ്പം ഇത്രയും പ്രശ്നങ്ങൾ ഇതിൽ നിന്നുണ്ടാവും.